2003 ഏപ്രിൽ 9 ബാഗ്ദാദിലെ ഫിർദോസ് ചത്വരം. അവിടെ സദ്ദാം ഹുസൈൻ്റെ ഒരു കൂറ്റൻ വെങ്കല പ്രതിമയുണ്ടായിരുന്നു. 40 അടി ഉയരം. തലേ വർഷം അയാളുടെ 65-ാം പിറന്നാളിന് സ്ഥാപിച്ചത്. അന്ന് ഉച്ചയ്ക്ക് ഒരു കൂട്ടം ഇറാഖികൾ ആ പ്രതിമയ്ക്ക് നേരെ വന്നു. അവരിലൊരാൾ കാദിം ഷെരീഫ് അൽ ജബ്ബൂരി, ഒരു ഭാരോദ്വഹന താരം. അയാൾ ഒരു ചുറ്റിക കൊണ്ട് പ്രതിമയുടെ ചുവട്ടിൽ അടിക്കാൻ തുടങ്ങി. ഒരു ചുറ്റിക കൊണ്ട് 40 അടി വെങ്കലം വീഴില്ല. പിന്നെ അമേരിക്കൻ മറീനുകളെത്തി. അവർ ചത്വരം വളഞ്ഞു. മസൂൽ. ഫിർദോസ് ചത്വരത്തിന്റെ തൊട്ടടുത്തായിരുന്നു പാലസ്റ്റൈൻ ഹോട്ടൽ. യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ ബാഗ്ദാദിൽ വന്ന ലോകത്തിലെ മുഴുവൻ പത്രപ്രവർത്തകരും താമസിച്ചിരുന്നത് അവിടെയാണ്. ക്യാമറകൾ ഇറങ്ങി വന്നു. മറീനുകൾ ഒരു M88 എന്ന കവചിത വാഹനം കൊണ്ടുവന്നു. പ്രതിമയുടെ കഴുത്തിൽ ഒരു ചങ്ങല കെട്ടി. ഒരു അമേരിക്കൻ കോർപ്പറൽ ഏണിയിൽ കയറി പ്രതിമയുടെ മുഖത്ത് ഒരു അമേരിക്കൻ പതാക പുതപ്പിച്ചു. ആരോ പെട്ടെന്നത് മാറ്റി ഒരു ഇറാഖി പതാക വെച്ചു. അമേരിക്കൻ പതാക അവിടെ ചേരില്ല എന്ന് ആർക്കും മനസ്സിലായി. പിന്നെ ആ വാഹനം വലിച്ചു. പ്രതിമ വീണു. ആ ദൃശ്യം ലോകം മുഴുവൻ കണ്ടു. ബെർലിൻ മതിൽ വീണതിനോട് അതിനെ താരതമ്യം ചെയ്തു. പാരീസിന്റെ വിമോചനത്തോട് താരതമ്യം ചെയ്തു. ഒരു ജനത സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ചിത്രം. പക്ഷേ ആ ചത്വരത്തിന്റെ വിശാലമായ ചിത്രങ്ങൾ പിന്നീട് പുറത്തു വന്നു. ആ ചത്വരത്തിൽ ഇറാഖികൾ 200-ൽ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ മറീനുകളും പത്രപ്രവർത്തകരുമായിരുന്നു. ക്യാമറ ഇറുകിയ ഫ്രെയിമിൽ നിന്നപ്പോൾ അതൊരു ജനക്കൂട്ടമായി തോന്നി. ഇതൊരു കള്ളമായിരുന്നു. അല്ല, ആ പ്രതിമ വീഴണമെന്ന് ആഗ്രഹിച്ച ഇറാഖികളുണ്ടായിരുന്നു. അവരുടെ സന്തോഷം സത്യമായിരുന്നു. പക്ഷേ ലോകം കണ്ടത് ഒരു രാജ്യത്തിൻ്റെ ആഘോഷമാണ്. യഥാർത്ഥത്തിൽ നടന്നത് ഒരു ചത്വരത്തിലെ ഒരു മണിക്കൂറായിരുന്നു. 15 വർഷത്തിന് ശേഷം കാദിം ഷെരീഫ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, അന്ന് താൻ ചെയ്തതിൽ ഇപ്പോൾ ഖേദമുണ്ടെന്ന്. പ്രതിമ വീണ അതേ ദിവസങ്ങളിൽ ബാഗ്ദാദിൽ മറ്റൊന്ന് നടക്കുകയായിരുന്നു. കൊള്ള. പോലീസില്ല, സൈന്യമില്ല, ഭരണകൂടമില്ല. ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ കെട്ടിടങ്ങളിലേക്ക് ഇരച്ചു കയറി. ആശുപത്രികളിൽ നിന്ന് കട്ടിലുകൾ, സ്കൂളുകളിൽ നിന്ന് ബെഞ്ചുകൾ, മന്ത്രാലയങ്ങളിൽ നിന്ന് വയറുകൾ വരെ. പിന്നെ ഇറാഖ് ദേശീയ മ്യൂസിയം, മെസ്സൊപ്പൊട്ടേമിയ, ലോകത്തിലെ ആദ്യത്തെ നഗരങ്ങളുണ്ടായ മണ്ണ്, ആദ്യത്തെ എഴുത്ത്, ആദ്യത്തെ നിയമസംഹിത. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വസ്തുക്കൾ ആ മ്യൂസിയത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ചിലത് പിന്നീട് കണ്ടെടുത്തു, പലതും ഇന്നും കാണാനില്ല. ബാഗ്ദാദിൽ അമേരിക്കൻ സൈന്യം കാവൽ നിന്ന ഒരു കെട്ടിടമുണ്ടായിരുന്നു, എണ്ണ മന്ത്രാലയം. ആ ഒരു തീരുമാനം ഇറാഖിലെ ജനങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല. മെയ് മാസത്തിൽ അമേരിക്ക പോൾ ബ്രെമർ എന്ന ഉദ്യോഗസ്ഥനെ ഇറാഖിന്റെ ഭരണാധികാരിയായി നിയമിച്ചു. അയാൾ 2 ഉത്തരവുകൾ ഇറക്കി. ഒന്ന്, ബാത്ത് പാർട്ടി പിരിച്ചുവിട്ടു. അതിലംഗമായിരുന്ന എല്ലാവരെയും സർക്കാർ ജോലിയിൽ നിന്ന് പുറത്താക്കി. ഇറാഖിൽ ബാത്ത് പാർട്ടി അംഗത്വം ഒരു രാഷ്ട്രീയ വിശ്വാസമായിരുന്നില്ല. അധ്യാപകനാകാൻ, ഡോക്ടറാകാൻ, എഞ്ചിനീയറാകാൻ അത് നിർബന്ധമായിരുന്നു. ഒറ്റ ഒപ്പിൽ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഇല്ലാതായി. 2, ഇറാഖി സൈന്യം പിരിച്ചുവിട്ടു. 4 ലക്ഷത്തോളം പേർ. ആയുധ പരിശീലനം ലഭിച്ചവർ. ജോലിയില്ലാതെ, ശമ്പളമില്ലാതെ അപമാനിതരായി. അവരുടെ കയ്യിലെ തോക്കുകൾ ആരും തിരിച്ചു വാങ്ങിയില്ല. പിന്നീട് ഇറാഖിലുണ്ടായ കലാപത്തിന്റെ വേരുകൾ ആ 2 ഉത്തരവുകളിലാണ് എന്ന് ഇന്ന് പലരും സമ്മതിക്കുന്നു. പക്ഷേ ഈ സമയമെല്ലാം അമേരിക്കയുടെ മുന്നിൽ ഒരു ചോദ്യം ബാക്കിയായിരുന്നു: സദ്ദാം ഹുസൈൻ എവിടെ? ഏപ്രിലിൽ അമേരിക്ക ഒരു കാര്യം പുറത്തിറക്കി: 52 ചീട്ടുകളുള്ള ഒരു കളിക്കൂട്ടം. ഓരോ ചീട്ടിലും ഇറാഖി ഭരണകൂടത്തിലെ ഒരാളുടെ മുഖം. സൈനികർക്ക് ഓർത്തുവെക്കാൻ എളുപ്പമാകാൻ സ്പെയ്ഡേസ് 1-ാം സ്ഥാനം സദ്ദാം ഹുസൈൻ, ക്ലബേസ് ഉദയ്, ഡയമണ്ടേസ് ഹുസൈ. ആ ചീട്ടുകെട്ടിലുള്ളവർ ഒന്നൊന്നായി പിടിക്കപ്പെടാൻ തുടങ്ങി. ചിലർ കീഴടങ്ങി, ചിലരെ ബന്ധുക്കൾ ഒറ്റുകൊടുത്തു. പക്ഷെ ആദ്യത്തെ 3 ചീട്ടുകൾ അപ്രത്യക്ഷമായിരുന്നു. 3 മാസം. സദ്ദാമും 2 മക്കളും വേറെ വേറെ വഴിക്ക് പിരിഞ്ഞു.
ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് പിടിക്കപ്പെടുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഉദയും ഹുസൈയും വടക്കോട്ട് നീങ്ങി മൊസൂൾ നഗരത്തിലേക്ക്. ഹുസൈക്ക് അവിടെ ഒരു പരിചയക്കാരനുണ്ടായിരുന്നു, നവാഫ് അൽ സൈദാൻ, ഒരു ബിസിനസ്സുകാരൻ, ദൂരെയുള്ള ഒരു ബന്ധു. അയാളുടെ വലിയ വീട്ടിൽ അവർ ഒളിച്ചു. ഉദയ്, ഹുസൈ, ഒരു അംഗരക്ഷകൻ, പിന്നെ ഹുസൈയുടെ 14-കാരനായ മകൻ മുസ്തഫ, 4 പേർ. അമേരിക്ക അപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഉദയിനെക്കുറിച്ചോ ഹുസൈയെക്കുറിച്ചോ വിവരം നൽകുന്നവർക്ക് $1.5 കോടി വീതം. 2 പേർക്കും കൂടി $3 കോടി. 2003 ജൂലൈ 21. നവാഫ് അൽ സൈദാൻ മൊസൂലിലെ അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് നടന്നു ചെന്നു. അയാൾ അവരോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഉദയും ഹുസൈമുണ്ട്. അമേരിക്കക്കാർ വിശ്വസിച്ചില്ല. അയാളെ ചോദ്യം ചെയ്തു, നുണപരിശോധന നടത്തി. അയാൾ പറഞ്ഞത് സത്യമായിരുന്നു. ജൂലൈ 22 പുലർച്ചെ 101-ാം എയർബോൺ ഡിവിഷൻ ആ വീട് വളഞ്ഞു. ഉച്ചഭാഷണിയിലൂടെ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ഉള്ളിൽ നിന്നുള്ള മറുപടി വെടിയുണ്ടകളായിരുന്നു. പിന്നെ 6 മണിക്കൂർ. ആദ്യം കാലാൾപ്പട, പിന്നെ യന്ത്രത്തോക്കുകൾ, പിന്നെ ടൗ മിസൈലുകൾ. 10 മിസൈലുകൾ ആ വീടിന് നേരെ. ഒടുവിൽ ഹെലികോപ്റ്ററുകൾ. ഒരു നഗരത്തിനുള്ളിലെ ഒരു വീടിനെതിരെ ഒരു സൈന്യം. ഉദയ് ഹുസൈൻ കൊല്ലപ്പെട്ടു, 39 വയസ്സ്. ഹുസൈൻ കൊല്ലപ്പെട്ടു, 37 വയസ്സ്. അംഗരക്ഷകനും കൊല്ലപ്പെട്ടു. പക്ഷെ വെടിയൊച്ച നിന്നില്ല. ആ വീടിനുള്ളിൽ നിന്ന് ഇപ്പോഴും ആരോ വെടിവെക്കുന്നുണ്ടായിരുന്നു. മുസ്തഫ, 14 വയസ്സ്. 3 മുതിർന്നവരും മരിച്ചതിന് ശേഷം ആ കുട്ടി തനിച്ചു പോരാടി. അമേരിക്കൻ സൈനികരുടെ റിപ്പോർട്ടുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാം നിശബ്ദമായി. ആ വീട്ടിൽ അന്ന് 4 പേർ മരിച്ചു. അതിലൊരാൾ ഒരു കുട്ടിയായിരുന്നു. അയാളുടെ അച്ഛൻ ഒരു കൊലയാളിയായിരുന്നു. അയാളുടെ വലിയച്ഛൻ ഒരു ക്രൂരനായിരുന്നു. പക്ഷേ അയാൾ 14 വയസ്സുകാരനായിരുന്നു. അയാൾ ജനിച്ചത് ആ കുടുംബത്തിലായിരുന്നു എന്നത് മാത്രമായിരുന്നു അയാളുടെ ഏക കുറ്റം. ഒരു ദിവസത്തിന് ശേഷം അമേരിക്ക ആ ശരീരങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഇറാഖികൾ വിശ്വസിച്ചില്ല. 20 വർഷം അവരോട് കള്ളം പറഞ്ഞ ഒരു ഭരണകൂടത്തിൽ ജീവിച്ചവരാണ്. ഇപ്പോൾ അധിനിവേശ സൈന്യം പറയുന്നതും അവർ വിശ്വസിച്ചില്ല. ബാഗ്ദാദിലെ തെരുവുകളിൽ ആളുകൾ പറഞ്ഞു, ഇത് അമേരിക്കയുടെ പ്രചാരണമാണ്. സദ്ദാം ഹുസൈൻ വെറും 699 രൂപ മാത്രമടച്ചാൽ എന്നും നിങ്ങളുടേത്. മുഴുവൻ കഥ ഒരൊറ്റ ഫിലിമായി, മുറിയാതെ, ഒരുമിച്ച്. യൂട്യൂബിലില്ലാത്ത ചില രംഗങ്ങളുമുണ്ട്. ലിങ്ക് ബയോയിൽ. പിന്നെ ജൂലൈ 29 ദുബായിലെ അൽ അറബിയ ചാനലിന് ഒരു ഓഡിയോ ടേപ്പ് കിട്ടി. 9 മിനിറ്റ്. ആ ശബ്ദം സദ്ദാം ഹുസൈൻ്റേതായിരുന്നു. അയാൾ ഖുർആനിലെ ഒരു വാക്യത്തിൽ തുടങ്ങി. പിന്നെ ഇറാഖി ജനതയോട് അനുശോചനം അറിയിച്ചു. അയാൾ 3 പേരുകൾ പറഞ്ഞു: ഉദയ്, ഖുസൈ, മുസ്തഫ. അയാൾ പറഞ്ഞു, അവർ 6 മണിക്കൂർ പോരാടി. ശത്രുവിന് അവരെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വിമാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. അയാൾ പറഞ്ഞു, അവർ രക്തസാക്ഷികളായി. ദൈവം നമ്മെ ആദരിച്ചു. പിന്നെ അയാൾ ഒരു വാചകം പറഞ്ഞു: സദ്ദാം ഹുസൈൻ ഉദയിനെയും ഖുസയെയും കൂടാതെ 100 മക്കളുണ്ടായിരുന്നെങ്കിലും അവരെയും ഇതേ വഴിയിൽ അയാൾ അയക്കുമായിരുന്നു. CIA ആ ടേപ്പ് പരിശോധിച്ചു.
അത് അയാളുടെ ശബ്ദം തന്നെയായിരുന്നു. അന്നാണ് ഇറാഖ് വിശ്വസിച്ചത്. അമേരിക്കയുടെ ചിത്രങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയില്ല, സ്വന്തം അച്ഛൻ്റെ ശബ്ദം ബോധ്യപ്പെടുത്തി. ഒരു രാജ്യം മുഴുവൻ തിരയുന്ന ഒരു മനുഷ്യൻ എവിടെയോ ഒരു മുറിയിലിരുന്ന് സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു അനുശോചനം റെക്കോർഡ് ചെയ്തു. അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അയാൾ ഇറാഖിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ടേപ്പ് അമേരിക്കയ്ക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു. ആ ശബ്ദം ഒരു മുറിയിൽ നിന്ന് വന്നു. ആ മുറി ഒരാളുടെ വീട്ടിലായിരുന്നു. ആ ടേപ്പ് ആരോ കൊണ്ടുപോയി. ഒരു ടേപ്പ് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് പോകുന്നു. ആ കൈകളിലൊന്ന് അമേരിക്ക കണ്ടെത്തിയാൽ മതിയായിരുന്നു. ഭാഗം 10 ചിലന്തിക്കുഴി. അടുത്ത വ്യാഴാഴ്ച രാത്രി 7:30. ഈ കഥ ഇവിടെ തുടങ്ങിയതല്ല. മുഴുവൻ പരമ്പരയും ചാനലിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യൂ. റിഷ് സ്റ്റോറീസ്.